എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പെരിങ്ങോട്ടുകര കാനടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലത്തെ ആനയൂട്ടായിരുന്നു. അവിടെ ഒരു ആന താരമാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു 19 ആനകളാണ് നിരന്നൊരു ആനയുള്ള ആന മാത്രം അങ്ങനെ താരാവണേ? സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും. ആ സംശയത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞുതരാം. കാനാടിക്കാവിൽ എല്ലാ വർഷവും ഒരു ആനയെ തിരഞ്ഞെടുത്ത് ഗജവീരരത്നം പുരസ്കാരം നൽകാറുണ്ട്. ഇത്തവണ അത് കിട്ടിയിട്ടുള്ളത് മധുരപ്പുറം കണ്ണനാണ്. ആ ഒരു പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു പട്ടം സ്വീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മധുരപ്പുറം കണ്ണൻ വരുന്ന, അവൻ സുന്ദരനായി കുളിച്ച് കുട്ടപ്പനായി വരുന്നൊരു രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മധുരപ്പുറം കണ്ണനെ കൂടാതെ ഏകദേശം 18ഓളം ആനകളുണ്ടായിരുന്നു. തിരുവാണിക്കാവ് രാജഗോപാൽ, കൊളക്കാടൻ ഗണപതി, കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ, പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി, പീച്ചിൽ രാജീവ്, കുളമാക്കിൽ ഗണേശൻ, അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, ഗീതാഞ്ജലി പാർത്ഥസാരഥി, വാര്യത്ത് ദേവികൃഷ്ണൻ, നെടുമൺകാവ് മണികണ്ഠൻ, ചെറുകോൽ ശിവൻ, മെഹൂല ദിവ്യ മഹാദേവൻ, വിഷ്ണുലോകം രാജസേനൻ, തോട്ടേക്കാട്ട് കുഞ്ഞലക്ഷ്മി, നമ്പിങ്കാവ് ശ്രീ പാർവതി, പൂത്തൃക്കോവിൽ സാവിത്രിക്കുട്ടി, ചെറുകോൽ മഹാലക്ഷ്മി പാർവതി, പെരുന്ന ശ്രീവള്ളി എന്നീ 19ഓളം ആനകൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ 5 പേര് പിടിയാനകളായിരുന്നു. നല്ല സുന്ദരികളായ തരുണിമണികളായ പിടിയാനകൾ ഉൾപ്പെടെയാണ് 5 പേര്. പെരിങ്ങോട്ടുകര ആനയൂട്ട് തുടങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നല്ല രീതിക്ക്, വളരെ മനോഹരമായ രീതിക്ക് ആനയൂട്ട് നടത്തുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഏകദേശം കർക്കിടകം 1 മുതൽ വടക്കുന്നാഥൻ ആനയൂട്ട് മുതൽ നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല ക്ഷേത്രങ്ങളിലും ആനയൂട്ടുകൾ നടക്കാറുണ്ട്. തറവാട്ടമ്പലങ്ങളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും. അപ്പോൾ ഈ ഒരു ആനയൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആനയൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആനകളപ്പം തന്നെ പോകുന്ന ഒരു പ്രവണത അവിടെ കാണുന്നില്ല. അവിടെ അത്യാവശ്യം വെള്ളം കുടിച്ച് നനച്ചിട്ടൊക്കെ പോകണുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആനകൾ ചിലപ്പോൾ 1-2 ആനയൂട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ആനയൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകുന്നൊരു പ്രവണത കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആനയൂട്ട് കഴിഞ്ഞാലും നമുക്കവിടെ കുറച്ച് നേരം ആനകളെ കാണേണ്ട ആൾക്കാർക്ക് ആനകളെ നോക്കി അവറ്റങ്ങളെ ആസ്വദിക്കാനും ഒക്കെ അതിനുള്ളൊരു സന്ദർഭമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത വർഷമായാലും പെരിങ്ങോട്ടുകര ആനയൂട്ട് മിസ്സാകാതിരിക്കുക. നല്ലൊരു ആനയൂട്ടാണ്. അധികം ജനങ്ങളുടെ ഒരു തിക്കും തിരക്ക് ഒരു വർഷം ചെല്ലുന്തോറും കൂടും, അത് ഉറപ്പാണ്. പക്ഷേ ആനയൂട്ട് കഴിഞ്ഞാലും നമുക്ക് ആനകളെ കാണാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 5 പിടിയാനകളൊരു സാന്നിധ്യം അവിടെ കണ്ടു. ഒക്കെ നല്ല സുന്ദരികളായ 5 പിടിയാനകൾ ഉൾപ്പെടെയുള്ള ആനകളെ കണ്ടു. ഇനിയും ആനയൂട്ടിലുണ്ട്. എല്ലാ ആനയൂട്ടും പറ്റുന്ന ആനയൂട്ടിലൊക്കെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.